ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്നാമത്തേത്, വാഷിംഗ് കഴിഞ്ഞ് ഈ ഒരു ഡോറ് 1-2 മണിക്കൂർ തുറന്നു വെക്കുക, വാഷിംഗ് മെഷീന്റെ ഉള്ളിലുള്ള ഈർപ്പം പോവാനായിട്ട്. രണ്ടാമത്തേത്, ആവശ്യത്തിന് മാത്രം ഡിറ്റർജന്റ് ഇട്ട് കൊടുക്കുക. ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഡിറ്റർജന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഷിംഗ് മെഷീനെയും തുണിയെയും അത് കംപ്ലൈന്റ് ആക്കും. വാഷിംഗ് കഴിഞ്ഞ് അപ്പം തന്നെ നിങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സിന് സ്മെല്ല് വരാനും ബാക്ടീരിയ ഫോം ആവാനും ചാൻസ് ഉണ്ട്. വാഷിംഗ് കഴിഞ്ഞ് ഈ ഒരു ഡിറ്റർജന്റ് ട്രേ തുറന്നു വെക്കണം. അപ്പം തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ നിൽക്കരുത്. മൊത്തം തുറന്നു വെച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് തുറന്നു വെക്കണത് നല്ലതാണ്. ഈ ഒരു ഗ്യാസ്കറ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ മാസവും നിങ്ങൾ ഡ്രമ്മ് ക്ലീൻ ആക്കണം. ഏറ്റവും കുറഞ്ഞത് 3 മാസം എത്തിയെങ്കിലും നിങ്ങൾ ഡ്രം ക്ലീൻ ആക്കണം. സിബുള്ള ഡ്രസ്സുകളിലെ അത് അടച്ചിട്ട് വേണം നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഡ്രസ്സുകളും വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു ഗ്യാസ്കറ്റും അത് കംപ്ലൈന്റ് ആക്കും. പാൻറ്റും ഷർട്ടൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് വേണം വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട്. അല്ലെങ്കിൽ അതിൽ സ്ക്രൂസോ അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സും വാഷിംഗ് മെഷീനും അത് കംപ്ലൈന്റ് ആക്കും. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ നിങ്ങൾ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഡ്രസ്സ് ഇടാനായിട്ട്. കുത്തി നിറച്ച് നിങ്ങൾ ഡ്രസ്സ് ഇടരുത്. ഒട്ടും വാഷിംഗ് ക്വാളിറ്റി ഉണ്ടാവില്ല. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആ ഒരു വാഷിംഗ് രീതി നിങ്ങൾക്കറിയാമല്ലോ. ഇനി ലാസ്റ്റത്തെ, വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടുമ്പോൾ മറിച്ചിട്ട് വേണം നിങ്ങൾ ഡ്രസ്സ് ഇടാനായിട്ട്. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിൽ സോപ്പ് പൊടി പിടിക്കുന്ന ഇഷ്യൂസ്, കളർ പോണ ഇഷ്യൂസ് ഉണ്ടാവില്ല.